നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ സാംഗത്യവും പ്രസക്തിയും ഇന്ത്യയുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലത്തിൽ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മഹാത്മാഗാന്ധി ഉയർത്തിപ്പിടിച്ച മാനവിക സന്ദേശങ്ങളുടെ ഉജ്ജ്വലമായിട്ടുള്ള ആ പ്രാഭവം തിരിച്ച് പിടിക്കുകയും അതിശക്തമായിട്ട് ഉച്ചരിക്കുകയും ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരൻ്റെയും കടമയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ മഹത്തായ ജീവിതത്തിൻ്റെ ഓരോ വിശദാംശങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ഇത്തരം പ്രദർശനം ഒരുക്കിയ എല്ലാവരെയും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. ഗാന്ധിജി ലോകചരിത്രത്തിലെ തന്നെ വ്യതിരിക്തമായൊരു പ്രതിഭാസമാണ്. സമാനതകളില്ലാത്ത സമരാനുഭവമായിട്ടാണ് അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ പ്രക്ഷോഭങ്ങളെ രൂപപ്പെടുത്തിയത്. അഹിംസയിൽ അടിയുറച്ചതും ആത്മനിയന്ത്രണത്തിലും സഹനത്തിലുമൊക്കെ ഊന്നൽ കൊടുക്കുന്നതുമായിട്ടുള്ള ആ സമരരീതി ലോകമെമ്പാടുമുള്ള ജനത വളരെ കൗതുകപൂർവം വീക്ഷിച്ചിട്ടുള്ള ഒന്നാണ്. അങ്ങനെ സഹനത്തിൻ്റെ പാതയിലൂടെ നടന്നു തന്നെ ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രാപ്തി നമുക്ക് ഉറപ്പിക്കാനായി ഇന്ത്യയിലെ ജനങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളുടെ വൈവിധ്യവും അതിൻ്റെ സമൃദ്ധമായ വൈജാത്യങ്ങളുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയത്. അതിൻ്റെ സാർവലൗകികതയുടെ പ്രതീകങ്ങളാകാൻ കഴിയുന്ന വിധത്തിലുള്ള ഉപ്പും ശർക്കയും എല്ലാം കേന്ദ്ര പ്രമേയങ്ങളായിട്ട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം നയിച്ച ആ സമാനതകളില്ലാത്ത ദേശീയ പ്രസ്ഥാനം തീർച്ചയായും നമ്മളിൽ ഓരോരുത്തരിലും വലിയ ആവേശത്തോടു കൂടി തന്നെ പുനർജനിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണിത്. വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും സമാധാനപരമായ സഹവർത്തിത്വം എന്ന മുദ്രാവാക്യം ഉറക്കെ ഉച്ചരിക്കാനും ഗാന്ധിയുടെ സ്മരണകൾ നമുക്ക് ധൈര്യം പകരട്ടെ, ആവേശം പകരട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനതയെ വളരെ ത്യാഗപൂർണമായ പ്രവർത്തനത്തിലൂടെ ഒരുമിപ്പിച്ച് നിർത്തി ഒരുപാട് ദിവസങ്ങൾ ഇന്ത്യയിലുടനീളം യാത്ര ചെയ്ത് സമർപ്പിതമായ പ്രവർത്തനത്തിലൂടെ ഗാന്ധി നമുക്ക് നേടിത്തന്ന വിലപിടിച്ച സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇന്ത്യയിലെ ഓരോ പൗരർക്കുമുണ്ട്. ഇപ്പോൾ അസഹിഷ്ണുതയുടെയും അപരവിദ്വേഷത്തിൻ്റെയും ശക്തമായ അലകൾ ഉയർത്തിക്കൊണ്ട് വിദ്വേഷത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും പ്രത്യയശാസ്ത്രങ്ങൾ ഇന്ത്യയുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ മേലെ പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സന്ദേശവാഹകനായിരുന്ന ഗാന്ധിയെ നമുക്ക് വീണ്ടും ഇന്ത്യയുടെ മസ്തിഷ്കത്തിലേക്ക് നല്ലതുപോലെ കൊണ്ടുവരേണ്ടുന്ന ഒരു കാലം കൂടിയാണ് ഇത് എന്ന് വീണ്ടും ഓർക്കുകയാണ്. അത്രയും ത്യാഗപൂർണമായ പ്രവർത്തനം ചെയ്ത ഗാന്ധിയെ ഈ ലോകത്തു നിന്ന് നിഷ്കാസനം ചെയ്ത ഇരുട്ടിൻ്റെ ശക്തികളാണ് ഇന്ന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവകാശികളായി രംഗത്ത് വരുന്നത്. ആ അവകാശവാദത്തിൻ്റെ മുനയൊടിച്ചുകൊണ്ട് എന്തായിരുന്നു ഗാന്ധി പ്രതിനിധാനം ചെയ്ത സന്ദേശങ്ങൾ എന്നും എങ്ങനെയാണ് ഗാന്ധിയുടെ ആ മഹത്തരമായ ജീവിതം ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തത് എന്നും എങ്ങനെയാണ് ഈ ഇരുട്ടിൻ്റെ ശക്തികൾ ആ വെളിച്ചത്തെ കുത്തിക്കെടുത്തിയതെന്നും വരും തലമുറയിലേക്ക് ചരിത്ര പാഠങ്ങൾ പകർന്നു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റവും നല്ല നിലയിൽ ഈ പ്രദർശനത്തിലൂടെ നിർവഹിച്ച ഏവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു.